അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൊഹീദ്ദീൻ മാല എന്ന് പറഞ്ഞ പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്കിത് ചോദിച്ചിട്ടുള്ള 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? മൊഹീദ്ദീൻ മാലയിൽ പ്രകീർത്തിക്കപ്പെടുന്ന സൂഫി ശ്രേഷ്ഠനായ ഷൈഖ് അബ്ദുൽ ഖാദിർ ജിലാനിയുടെ അപദാനങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതുക. അപ്പോൾ നമുക്ക് ഇതിൽ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് 2 എണ്ണം എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം. 2023 ബോർഡ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്താം. ആദ്യത്തെ പോയിന്റ് നോക്കാം. പണ്ഡിതർ എന്ന് കരുതിയവരുടെ യഥാർത്ഥ മുഖം ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തു. രണ്ടാമത്തെ നോക്കാം. സർപ്പത്തിന്റെ രൂപത്തിൽ ചെന്ന ജിന്നുകളെ ഭയം കൂടാതെ നേരിട്ടു. ഇപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ പുള്ളി ചെയ്ത കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? മൊഹീദ്ദീൻ മാല എന്ന കൃതിയുടെ സവിശേഷത എന്ത്? ഓപ്ഷൻസ് വായിക്കാം. കാലം കൃത്യമായി രേഖപ്പെടുത്താത്ത കൃതി, അറബി മലയാളത്തിലെ ആദ്യകാല കൃതി, കേരളീയമായ ഇതിവൃത്തം, ഗഹനമായ ആശയം, ലളിതമായ ഭാഷ. അപ്പോൾ 2022 ബോർഡ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? നമ്മുടെ മൊഹീദ്ദീൻ മാലയുടെ ആ ഒരു കൃതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങൾ തന്നെ ആൻസർ മനസ്സിൽ പറഞ്ഞു നോക്കാം കേട്ടോ. എന്നാലും നമുക്ക് എക്സാമിന് വരുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എഴുതാനായിട്ട് ഓർമ്മ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. അറബി മലയാളത്തിലെ ആദ്യകാല കൃതിയാണ്. അതുപോലെ ഗഹനമായ ആശയമുണ്ട്, ലളിതമായ ഭാഷയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? മൊഹീദ്ദീൻ മാലയുടെ സവിശേഷതയായി വരുന്ന 2 പ്രസ്താവനകൾ എടുത്തെഴുതുക. കഴിഞ്ഞ ചോദ്യം പോലെ തന്നെയാണ്. അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതി, കോഴിക്കോട് ജീവിച്ചിരുന്ന സൂഫി വര്യനെ വാഴ്ത്തുന്നു. കാലം കൃത്യമായി രേഖപ്പെടുത്തുന്ന പ്രാചീന കൃതി, പോർച്ചുഗീസ് അധിനിവേശത്തെക്കുറിച്ചുള്ള ഗ്രന്ഥം. 2020 ബോർഡ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഏതാണ് ആൻസർ? അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതിയാണ്. കാലം കൃത്യമായി രേഖപ്പെടുത്തുന്ന പ്രാചീന കൃതിയാണ്. ഇപ്പോൾ ഇത് രണ്ടുമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് വായിക്കാം. നില ഏറെ കാട്ടി നടന്നൊരു ഷെയ്ഖിനെ നിലത്തിന്റെ താഴെ നടത്തിച്ചു വച്ചവർ. അപ്പോൾ എന്താണ്? മേൽ സൂചിപ്പിച്ച വരികളിലെ ആശയവുമായി സമാനതയുള്ള വഴി ഏതാണ്? എഴുതുക. ഇപ്പോൾ ഒരു ലൈൻ തന്നിട്ട് ആ ലൈനിന് സിമിലർ ആയിട്ടുള്ള വേറെ ലൈൻ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യത്തിന് നമുക്ക് ഒറ്റ ആൻസർ ഉണ്ടാവുള്ളൂ. സാധാരണയായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആൻസർ ഉള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. 2 മാർക്കിൻ്റെ തന്നെ ചോദിക്കാറുള്ളൂ. 1 മാർക്കിൻ്റെ ഒന്നും നിങ്ങൾക്ക് ചോദിക്കാറില്ല കേട്ടോ. ഇത് പ്രീവിയസ് ഇയറിൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തെന്നുള്ളൂ, നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വ്യഥ. അതുപോലെ കണ്ണാടി കാൺമോളവും തന്നോട് മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും അത്രയും വിരൂപന്മാർ. മാളിക കമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. അടുത്തത് സത്യധർമാദി വെടിഞ്ഞീടിന പുരുഷനെ കൃതനാ സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം. അപ്പോൾ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന വഴിയാണ്. നമ്മുടെ നില ഏറെ കാട്ടിൽ നടന്നൊരു ഷെയ്ഖിനെ നിലത്തിന്റെ താഴെ നടത്തിച്ച് വെച്ചോറ്. ഇത് രണ്ടുമാണ് സിമിലർ ആയിട്ടുള്ള സാമ്യമുള്ള 2 വരികൾ.